ബിജെപി സ്ഥാനാർത്ഥി പിന്മാറുന്നു. ബിജെപി ജില്ലാ പ്രസിഡന്റ് അശോകൻ കുളനട പിന്മാറാനുള്ള സന്നദ്ധത നേതൃത്വത്തെ അറിയിച്ചു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതിഷേധങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് തീരുമാനം. യുവമോർച്ച ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണി അമ്പലപ്പുഴയിൽ നിന്നും മാറി തിരുവല്ലയിൽ മത്സരിച്ചേക്കും. വിവരങ്ങളുമായി ശശി നാരായണനാണ് ചേരുന്നത്. ശശിയും ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോണ്ടായ പ്രതിഷേധങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ തുടർച്ചയെന്ന് വേണം. സ്ഥാനാർത്ഥി പിന്മാറുകയാണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത സാധ്യത എന്തൊക്കെയാണ്? വിവരങ്ങൾ അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്ന് തിരുവല്ലയിൽ വലിയ ഒരു പ്രതിഷേധം ബിജെപിയിൽ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് കമ്മിറ്റിയിലെ 15ഓളം അംഗങ്ങൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജി സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അശോകൻ കുളനടയെ മാറ്റിക്കൊണ്ട് പകരം അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടുള്ള മത്സരിക്കുന്ന ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണിയെ തിരുവല്ലയിൽ മത്സരിപ്പിക്കണമെന്നാണ് ബിജെപിയിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. ഇത് ശരിവെക്കും തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ തീരുമാനം. അശോകൻ കുളനട തിരുവല്ലയിൽ നിന്ന് മാറാനുള്ള സാധ്യത ഉണ്ട്. ഇതിന്റെ സാഹചര്യത്തിൽ തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതാണ് നമുക്ക് ലഭിക്കുന്നവരെ. എന്തായാലും ബിജെപിയിൽ വലിയ ഒരു പ്രതിഷേധം ഇന്നലെ തൊട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് മുതൽ വലിയൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. തിരുവല്ലയിലെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് അശോകൻ കുളനടയെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രവർത്തകർ. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും യുവമോർച്ച ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണിയെ അമ്പലപ്പുഴയിൽ നിന്നും മാറ്റി തിരുവല്ലയിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ ഇത്തരത്തിലുള്ള ബിജെപിയിലുള്ള ചില പരസ്യ പ്രതിഷേധം ഉണ്ടായ സാഹചര്യത്തിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഗോപി, ശരി. വയനാട് മാനന്തവാടിയിലെ ബിജെപി സ്ഥാനാർത്ഥി പിന്മാറി. മണിക്കുട്ടനാണ് സ്ഥാനാർത്ഥം നിരസിച്ചത്. കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലെന്നും ബിജെപിയുടെ ആവശ്യം നിരസിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. നേതാക്കളുമായി ചർച്ചകൾ നടന്നിരുന്നുവെന്നും എന്നാൽ അന്തിമ തീരുമാനത്തിൽ എത്തിയിരുന്നില്ല എന്നും ബിജെപി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മണിക്കുട്ടൻ പ്രതികരിച്ചിരുന്നു. നിയോജക മണ്ഡലം ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് എന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്ര നേതൃത്വം. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞൊരു സാധാരണക്കാരനാണ്. കക്ഷി രാഷ്ട്രീയത്തിലൊന്നും എനിക്ക് മത്സര രംഗത്തേക്കൊന്നും ഈ ഒരു കാൽവെപ്പോ എനിക്ക് സാധ്യമല്ല. അപ്പം ബിജെപി തന്ന ഈ ഒരു വലിയ ഒരു ഓഫർ ഞാൻ വളരെ സന്തോഷപൂർവ്വം നിരസിക്കുകയാണ്. കുറ്റ്യാടിയിൽ കെ പി കുഞ്ഞ